തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പുത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. വർഷത്തിൽ 12 ദിവസം മാത്രം ദേവിയുടെ നട തുറക്കുന്ന സവിശേഷ ചടങ്ങാണിത്. അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തീർച്ചയായിട്ടും തിരുവൈരാണിക്കുളം ഗ്രാമം ഇങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണാം, ഇതാ ദൃശ്യങ്ങളിൽ കാണാം, തിരുവൈരാണിക്കുളത്തെ ഭഗവതിയുടെ പാർവതിയുടെ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള രഥം തിരുവൈരാണിക്കുളത്തെ ഗ്രാമവീഥികളിലൂടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എല്ലാം നിറഞ്ഞ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നാമമന്ത്രങ്ങളെല്ലാം നിറഞ്ഞ വീഥികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പാർവതി ദേവിയുടെ തിരുവാഭരണം വർഷത്തിൽ 12 ദിവസം മാത്രം ദർശനം അനുവദിക്കുന്ന അല്ലെങ്കിൽ നട തുറക്കുന്ന സവിശേഷതയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിനുള്ളത്. ഒരേ ശ്രീകോവിലിൽ ഒരു കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയും കുടികൊള്ളുന്ന അനുഗ്രഹം ചൊരിയുന്ന ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യമാണ് തിരുവൈരാണിക്കുളത്തെ ഉള്ളത്. ഐതിഹ്യ പ്രാധാന്യത്തോടെ വളരെയധികം പൈതൃകവും ഐതിഹ്യവും എല്ലാം തന്നെ വിളിച്ചോതുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഏതാണ്ട് കുറച്ച് 4 മണിയോട് കൂടിയാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അകവൂർ മനയിൽ നിന്ന് അവിടുത്തെ കുലദൈവമായിട്ടുള്ള ശ്രീരാമ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഈ കാരണവന്മാർ ഈ തിരുവാഭരണം ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയും അവിടെ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ ഈ വീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ചടങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവൈരാണിക്കുളം. ഇവിടുത്തെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്തൊക്കെയാണ് സവിശേഷതകൾ? ഇന്ന് രാത്രി 8 മണിക്ക് പാർവതി ദേവിയുടെ നട തുറക്കുന്നതോടുകൂടി ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് പ്രാരംഭം കുറിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും സൗകര്യപൂർവ്വം ദേവീ ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. കൃത്യം 8 മണിക്ക് ദേവിയുടെ നട തുറക്കുന്നതോടുകൂടി തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സമാപനം കുറിക്കും. നാളെ രാവിലെ 4 മണി മുതൽ 9 വരെയാണ് ക്ഷേത്ര ദർശനം. എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ അന്നദാനം വഴിപാടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാന മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ദേവീ പ്രസാദമായ അരവണ പായസം ക്ഷേത്ര കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾപ്പറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മഹാദേവൻ്റെ പ്രധാന വഴിപാടായ എള്ളുപറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ക്ഷേത്രനടയിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് 2 ക്യൂ ഗ്രൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനവും ജനറൽ ക്യൂ സംവിധാനവുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ എല്ലാ സൗകര്യങ്ങളോടും ഭക്തജനങ്ങൾ സഹകരിക്കണമെന്ന് ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വാദ്യമേളങ്ങളും അതുപോലെ തന്നെ അമ്മമാരുടെയും സ്ത്രീകളും പെൺകുട്ടികളും അടങ്ങുന്ന ആ ഒരു പൂത്താലവുമെല്ലാമായാണ് ഈ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവൈരാണിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 12 ദിവസം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ്, ഏറ്റവും ആഘോഷത്തിൻ്റെതായിട്ടുള്ള ദിവസങ്ങളാണ്. നമുക്കറിയാം, ദേവിയുടെ സ്വരൂപം വർഷത്തിൽ 12 ദിവസം മാത്രം എന്ന് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അസുലഭമായിട്ടുള്ളൊരു നിമിഷമാണ്, ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഇവിടെ ദർശനം നടത്തുക എന്നുള്ളത് ഏറെ അനുഗ്രഹമായിട്ട് നൽകുന്നു, ഏറെ ഫലപ്രാപ്തിയുള്ളതായിട്ട് ഇവരെല്ലാം കരുതുന്നു. ദാമ്പത്യത്തിനും മറ്റും ഏറെ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രദാനം ചെയ്യുന്ന ദേവീ സങ്കല്പമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദേവിയുടെ ഈ ക്ഷേത്രത്തിലെ ഇവിടുത്തെ ദർശനം നേടുക എന്ന് പറയുന്നത്, ഈ 12 ദിവസത്തെ ദർശനം നേടുക എന്ന് പറയുന്നത് വളരെ പുണ്യമായി തന്നെയാണ് കരുതുന്നത്. അമ്മ പറയൂ, എങ്ങനെയുണ്ട് ഈ 12 ദിവസത്തിലൊരിക്കൽ ദേവിയെ കാണാൻ പോവുകയാണ്? എന്താണ് ദേവിയെ കാണാൻ പോകുമ്പോൾ മനസ്സിൽ എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ എല്ലാ ദിവസവും തിരുവൈരാണിക്കുളത്ത് വരുമെങ്കിൽ സൺഡേസ് മിക്കപ്പോഴും വരാറുണ്ട്. ആ നടയുടെ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ ഈ ദിവസത്തിനായിട്ട് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ദേവിനെ കാണുമ്പോൾ അത്രയും സന്തോഷം. തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. വളരെ സന്തോഷം നൽകുന്ന കാഴ്ച.
വളരെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാഴ്ചയാണ് ദേവിയുടെ ദർശനം എന്ന് പറയുന്നത്. ദേവിയുടെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള രഥം ഇപ്പോൾ തിരുവൈരാണിക്കുളത്തെ ഗ്രാമവീഥികളിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. ഏതാണ്ട് 8:30യോടുകൂടി നട തുറക്കുകയും മറ്റ് ചടങ്ങുകൾ തന്നെ ആരംഭിക്കും. പിന്നീട് 12 ദിവസക്കാലം ദേവിയുടെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുക, ദേവിയുടെ ദർശനം ലഭിക്കുക എന്ന് പറയുന്ന ഏറ്റവും അപൂർവമായിട്ടുള്ള 12 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം.